ഇവിടെ UPA ഭരിക്കുന്നത് NDA ഗവൺമെന്റാണ്. ഇവിടെ ഇതേപോലെ താരതമ്യം ചെയ്യുമ്പോൾ ആരിഫ് എത്ര കോടി അവിടെ കൊണ്ടുവന്ന് നോക്കണം. NDA ഗവൺമെന്റ് മറ്റ് പാർട്ടികളിലെ MP മാരോട് കാണിക്കുന്ന സമീപനം ഒന്ന് ചർച്ച ചെയ്യണം. പക്ഷേ എന്റെ നേരിട്ടുള്ള ചോദ്യം നോക്കൂ, കെ സുധാകരൻ പാർലമെന്റിൽ 50% പങ്കെടുത്തിട്ടുള്ളൂ, അറ്റൻഡൻസ് ഉള്ളൂ. ഞാൻ പറയട്ടെ, ഇവിടെ ഇത് പറയുമ്പോൾ തന്നെ കേരളത്തിലെ ഗവൺമെന്റ് കാര്യവും കൂടി ചർച്ച ചെയ്യാനുണ്ട്. ഈ കഴിഞ്ഞ ബജറ്റ് ഒന്ന് നോക്കിയാൽ മതി. ആ ബജറ്റ് ഒന്ന് അവതരിപ്പിച്ചപ്പോൾ ഇവിടെ എല്ലാം പറയുന്ന പിണറായി വിജയന്റെ ഗവൺമെന്റ് ആ ബജറ്റിലൂടെ ധർമ്മടം മണ്ഡലത്തിൽ അദ്ദേഹത്തിന്റെ മണ്ഡലത്തിൽ 363 കോടി രൂപ അനുവദിച്ചപ്പോൾ തൊട്ടടുത്ത് ഇവിടെ പേരാവൂരിലെ MLA പറഞ്ഞു എനിക്ക് അനുവദിച്ചു കിട്ടിയത് 2 കോടി രൂപ മാത്രമാണ്. കേരളത്തിലെ പക്ഷപാതം കാണിച്ചു. അത് പറഞ്ഞു. അതിനു മുമ്പ് വിനോദ് കുമാർ നോക്കൂ, ഈ മണ്ഡലത്തിൽ സിറ്റിംഗ് MP എന്ന നിലയിൽ കെ സുധാകരൻ ഒട്ടേറെ കാര്യങ്ങൾ ചെയ്തു, കേന്ദ്ര പദ്ധതികൾ കൊണ്ടുവന്നു എന്നാണ് അവകാശവാദം. അതുകൊണ്ട് കെ സുധാകരൻ പറഞ്ഞു അത് 70 കോടി വന്നു, ബാക്കി രണ്ടാമത്തെ പ്രോജക്ട്. സാധാരണഗതിയിൽ MP ഫണ്ട് ചെലവഴിക്കുന്നതുമായി ബന്ധപ്പെട്ട് ഞാൻ പറഞ്ഞിട്ടില്ല. അല്ല, അതെന്താണ് പറയൂ. 2 കോടി രൂപ കെ സുധാകരൻ ലാപ്സ് ആക്കിയോ? അതാണ് ഞാൻ പറഞ്ഞത്. 17 കോടി രൂപയാണ് അതായത് കോവിഡ് സമയത്തെ കട്ടിങ് കഴിച്ചാൽ 17 കോടി രൂപയാണ് കിട്ടിയത്. 1,44,00,000 രൂപ ശ്രീമതി ടീച്ചർ ചെലവഴിക്കാതെ ബാക്കി വെച്ചതാണ്. അതും കെ സുധാകരന്റെ കണക്കിലേക്കാണ് വരിക. 2 കോടി ഈ പണത്തിന് മൊത്തമായിട്ട് 19.5 കോടി രൂപയുടെ പദ്ധതി 19.5 കോടി നടപ്പിലാക്കിയതാണ്. ഒരു കാര്യം, എനിക്ക് 19.5 കോടി എന്ന് പറയുമ്പോൾ യഥാർത്ഥത്തിൽ ദയവ് ചെയ്ത് കോൺഗ്രസിന്റെ പ്രതിനിധി ഇത് ജനങ്ങൾക്ക് മുമ്പിൽ നിങ്ങൾ തുറന്നു പറയരുത്. കാരണം കണ്ണൂരിലെ രാജ്യസഭ MP KK രാഗേഷ്, അദ്ദേഹം കണ്ണൂർ ജില്ലയിലെ നിങ്ങൾ പോയാൽ മുണ്ടേരി ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ കാണാം. ആ സ്കൂളിൽ മാത്രം ചെലവഴിച്ചത് 36 കോടിയാണ്. അവിടെയാണ് 5 കൊല്ലം കൊണ്ട് 17 കോടിയിൽ 19 കോടി ചെലവഴിച്ചു. അത് CSR ആണ്. അല്ലല്ല, ഒരു കാര്യം പറയട്ടെ, കെ സുധാകരൻ കൊണ്ടുവന്ന CSR ഫണ്ട് എത്രയെന്ന് പറയൂ. എത്ര കൊണ്ടുവന്നു? CSR വഴി 1 കോടി രൂപ. ഞാൻ ഓരോന്നായിട്ട് മൊത്തം പറയൂ. എത്ര കോടി രൂപ CSR വഴി കെ സുധാകരൻ കണ്ണൂർ മണ്ഡലത്തിൽ കൊണ്ടുവന്നിട്ടുണ്ട്? ഇത് നടപ്പാക്കിയ ഒരു സ്കൂളിന്റെ കാര്യമാണ് പറയുന്നത്. അതെ, ഇത് സ്കൂളിന്റെ കാര്യം. ഇതുപോലെ കോവിഡ് സമയത്ത് പല ഘട്ടങ്ങളിലായിട്ട് മരുന്നുമായിട്ട് ബന്ധപ്പെട്ട് ഏത് മരുന്ന് എവിടെ കൊടുത്തു? കോവിഡ് സമയത്ത് മരുന്ന് വാങ്ങി കൊടുത്തു എന്ന് പറഞ്ഞാൽ എവിടെ കൊടുക്കാനാണ്? അതുപോലെ തന്നെ പഠന സൗകര്യമില്ലാത്ത കുട്ടികൾക്ക് 1 കോടിയുടെ പഠനോപകരണങ്ങൾ കൊടുത്തിട്ടുണ്ട്. കണ്ണൂരെ വിമാനത്താവളം 10 കോടി താഴെ കണ്ണൂർ വിമാനത്താവളത്തിൽ 10 കോടിയുടെ CSR. ഞാൻ കണക്ക് പറഞ്ഞുതരാം. 10 കോടിയുടെ CSR, 19 കോടിയുടെ MP ഫണ്ട് ശ്രീമതി ടീച്ചറിന്റെ കൂടെ കൂട്ടി മൊത്തം 29 കോടി. 70 കോടി കേന്ദ്ര സർക്കാരിന്റെ ഗ്രാമീണ സഡക് യോജന. ഇത്രയും കൊണ്ടുവന്നിട്ടുണ്ട്. ഇത്രയല്ലേ? പഠനോപകരണങ്ങൾ 1 കോടി. അതുപോലെ ഹോസ്പിറ്റലുകൾക്ക് ജീവരക്ഷാപകരണങ്ങൾ നൽകിയത് 1 കോടി രൂപ. സെൻട്രൽ റോഡ് ഫണ്ടിൽ നിന്ന് പ്രത്യേകിച്ച് 26 കോടി രൂപ. അതുപോലെ തന്നെ കുടിവെള്ള പദ്ധതിക്ക് 3,87,00,000 രൂപ. ജൽജീവൻ മിഷൻ സെപ്പറേറ്റ് ആണ്. അതുപോലെ കണ്ണൂർ റെയിൽവേ സ്റ്റേഷൻ അമൃത് പദ്ധതിയിൽപ്പെടുത്തി 34 കോടി രൂപ. ഇങ്ങനെ ഏകദേശം 182 കോടി രൂപയുടെ വികസന പദ്ധതികൾ കണ്ണൂർ മണ്ഡലത്തിൽ കൊണ്ടുവന്നു എന്നാണ് വിനോദ് കുമാർ.